ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ എന്തായി? നോമ്പ് നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു പാർട്ടായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ആഴ്ചയിലൊരു ദിവസം ലീവ് കിട്ടുന്ന ദിവസം മാക്സിമം പണികൾ തീർക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിൽ വഴിയുള്ളൂ. അപ്പം നോർമലി മൺഡേ ടു സാറ്റർഡേ എനിക്ക് ജോലി ഉണ്ടാകും. 9 മണിക്ക് ഞാൻ പോയാൽ വൈകുന്നേരം 5 മണി 5:30 ആവും ഞാൻ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൈമില്ല ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ആയിട്ട് ചെയ്ത് തീർക്കാതിരിക്കാം. ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ്, കാര്യം മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. മാക്സിമം ഇന്നത്തെ ദിവസം മാക്സിമം പണികൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഈ കകയും മോനും ആണെങ്കിൽ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഉച്ച കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട്, രണ്ടാൾക്കും കൂടി ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പോണതിൻ്റെ മുമ്പ് തന്നെ ഈ പണികളൊക്കെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചു, എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പണിയിലേക്കൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉച്ചക്കിലേക്കുള്ള ലഞ്ചും കൂടി ഞാൻ ലൈറ്റായിട്ടാണ് പ്രിപ്പയർ ചെയ്ത്, ഞാനും ചെറിയ മോനും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം പണിയിലേക്ക് നിന്നു. അപ്പം ആദ്യം തന്നെ ചെയ്തത് ജനലുകളൊക്കെ തുടയ്ക്കുക, ജനലിൻ്റെ ഗ്രില്ല് തുടയ്ക്കുക, അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് മാസ്റ്റർ ബെഡ്റൂമാണ് ഇന്ന് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ കുട്ടികളുടെ റൂം കുറേ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ റൂമത്തെ ജനലുകളൊക്കെ തുടച്ചു. അതിന് ശേഷം ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ടല്ലോ, ഈ ഭാഗവും ക്ലീൻ ചെയ്യാണ്. ഈ നമ്മൾ ഇവിടെ കുറേ കബോർഡ്സും ഇങ്ങനത്തെ ഈ സെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പൊടി ഇങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്താൽ പോലും നല്ലോണം പൊടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫാർമസീൻ്റെ ബുക്സാണ് കേട്ടോ. ഞാൻ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിട്ടുന്നിടത്ത് തന്നെയൊക്കെ വെക്കുന്നത്. പിന്നെ ഈ താഴ്ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ അല്ലറ ചില്ലറ പെട്ടെന്നുള്ള മേക്കപ്പ് സാധനങ്ങൾ, മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയും കൂടി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് എല്ലാ ഭാഗവും തുടച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നല്ലോണം പൊടി ക്ലീനായി കിട്ടും കേട്ടോ. പൊടിയൊക്കെ അങ്ങോട്ട് പോരും, നല്ല വൃത്തിയായി കിട്ടും, നല്ല ഫിനിഷിങ് ഉണ്ടാകും മൈക്രോഫൈബർ യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു പൊടി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാകയും മോനും പോകാനുള്ള സമയമായപ്പോൾ ഒരു പോണേൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ദിവാനയും ഒരു റൂമത്തെ ബെഡും കിടക്കയും പുറത്തോട്ടേക്ക് വെയിലത്തേക്ക് വെക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ വെയിലില്ല, ഉച്ച ആവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും കേട്ടോ. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് എടുത്തിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ മോന് ഫസ്റ്റ് തന്നെ ഫുള്ളൊന്ന് നടന്നൊന്ന് മാറാതെ തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാന് തുടയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനത് ഫാന് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് അടിക്കുന്നതിന് മുമ്പേ ഇങ്ങനത്തെ പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലമാര ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിലൊന്ന് പുറത്ത് തുടയ്ക്കുകയാണ്. ഉൾഭാഗത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഭാരമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ വാർഡ്രോബ് ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അലമാര എപ്പോഴും ക്ലീൻ ആയി കിടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആണ് കേട്ടോ അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ മാറാല തട്ടി കഴിഞ്ഞ് ഇനി ലാസ്റ്റായിട്ട് അടിച്ചു വാരാനാണുള്ളത്. ഞാൻ ഈ മാറാല തട്ടിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നത്. അല്ലാന്ന് വെച്ചാൽ ബെഡ്ഷീറ്റിൽ തന്നെ അത് അങ്ങായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഊരിയെടുത്താൽ അതങ്ങ് ക്ലീൻ ആവും. മറ്റ് ബെഡിലായി കഴിഞ്ഞാൽ പിന്നെ അത് തട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബെഡ് ഇങ്ങോട്ട് നീക്കിയിട്ടതിന് ശേഷം ബെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ ബെഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ കട്ടിലിൻ്റെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയി കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് കട്ടിലിൻ്റെ ചുവടൊന്നും അങ്ങനെ എപ്പോഴും അടിക്കാൻ കഴിയില്ല. പിന്നെ ഞാനാണെങ്കിൽ
ഞാനാണെങ്കിൽ ഈ ചുമരിനോട് അടുപ്പിച്ചിട്ടാട്ടോ എപ്പോഴും അലമാര കട്ടിലൊക്കെ ഇടുക. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളതും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങോട്ട് നീക്കിയാൽ കുറേ മാറാല അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ അത് കഴിഞ്ഞു. ഇനി ഇതാ ലിവിങ് ആണ്. ലിവിങ് അവർ മാറാലൊക്കെ തട്ടിയിട്ടതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് അടിച്ചെടുക്കാനും സോഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്യും. ഇപ്പം അടുത്തായിട്ട് ഈ സോഫ ഞാൻ ഇങ്ങനെ മാറ്റിയിട്ടത് എനിക്ക് കുറച്ചുകൂടി സ്പേസ് ഉള്ള മാതിരി തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ല, വെറുതെ ഒരേ രീതിയിൽ തന്നെ കുറേ കാലം കിടക്കുമ്പോൾ നമുക്കൊരു ബോറടിക്കണ മാതിരിയൊക്കെ ആണ്. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഈ അലമാരിയും കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങോട്ടും കൂടും മാറ്റി നടക്കാനുള്ളൊരു ടൈമും കിട്ടാറില്ല. പിന്നെ അതിന് മാത്രമുള്ള സ്പേസൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനൊന്ന് ചേഞ്ച് ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സ്പേസ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ മുമ്പ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും ഒരു ചേഞ്ച്. നമ്മളൊക്കെ ഉണ്ടല്ലോ പണ്ട് മുതലേ എൻ്റെ ഉമ്മയൊക്കെ ബറാത്ത് കഴിഞ്ഞാലാണ് ശരിക്കും നനച്ചുള്ളിപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ചില വീട്ടിൽ ചില അമ്മമാരുണ്ട് ബറാത്താവുമ്പോഴേക്കും നനച്ചുള്ളിപ്പണിയൊക്കെ തീർത്ത് നല്ല അടിപൊളിയാക്കി വീടൊക്കെ ഇട്ടേക്കും കേട്ടോ. എനിക്ക് അവരുടെ അടുത്ത് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നേ വരെ എനിക്കതിന് പറ്റിയിട്ടില്ല. ഞാൻ അതിന് ശ്രമിക്കുന്നുമില്ല കേട്ടോ. ബറാത്താവുമ്പോഴേക്കൊന്നും നമ്മൾ നനച്ചുള്ളിപ്പണിയൊന്നും തീർത്ത് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബറാത്ത് കഴിഞ്ഞാലാണ് നമ്മൾ നനച്ചുള്ളിപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഡിലേ ആയ മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ അതാ ഇത്രയും ഭാഗം ക്ലീൻ ആക്കി എടുത്തോട്ടെ ഞാൻ അതിൻ്റെ അടുക്ക്. അപ്പോൾ അതാ ഇത്രയും തോന്നെ ചണ്ടികളാണ് ഇതുവരെ അടിച്ചതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ഇതേമാതിരത്തെ വേസ്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നടക്കാതെ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഇതുവരെ ആയത് അപ്പം തന്നെ നമുക്ക് വേസ്റ്റ് അങ്ങോട്ട് വാരിക്കളയാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് കുറേ വേസ്റ്റ് ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകണേക്കാട്ടിലും നല്ലതാണല്ലോ കുറച്ചായിട്ട് നമ്മളിങ്ങനെ അപ്പം തന്നെ വാരിയിട്ട് നമ്മൾ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഇനിയും മക്കളുടെ റൂം ക്ലീൻ ചെയ്യാണ്ട് ഡൈനിങ് ഹാള് ഒന്നുകൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ചണ്ടി നിറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വേഗം ചണ്ടി വാരി കൊണ്ടിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ കുട്ടികളുടെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. വലിയ കുറേ ഭാരപ്പെട്ട പണികളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മാറാല തട്ടി ആ മാറാലയും പൊടികളൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പടുത്ത് ക്ലീൻ ആക്കിയതുകൊണ്ടാട്ടോ അത്ര വലിയ ഭാരമില്ലാതിരുന്നത്. അപ്പോൾ ഫുള്ള് അടിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയും മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ വലിയ ടാസ്ക്. ഈ ഒരു മോപ്പ് ഉണ്ടല്ലോ, ഈ ലോങ് ത്രെഡ് ഉള്ളത് മൈക്രോ ഫൈബറാണ്. സൂപ്പർ സാധനമാണ്. ഞാനിത് എൻ്റെ താത്തൻ്റെ വീട്ടിൽ കണ്ടിട്ട് ഞാനിത് തേടി പിടിച്ച് ഞാൻ ഒരുപാട് കടകളിൽ അന്വേഷിച്ചെങ്കിലും എനിക്കിത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരു സൂപ്പർ മോപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതാ ഇനി ബാക്കി വൈകുന്നേരത്തെ കാര്യങ്ങളാണിത്. വൈകുന്നേരം കകിമോനും വന്നതിന് ശേഷം അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തിരിച്ച് അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് വെച്ചു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടികൾ. അപ്പോൾ ഇനിയും ഒരുപാട് പണികൾ ഒത്തിരി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.